എന്റെ സിദ്ധു അതെനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല അതിന് പ്രശ്നമൊന്നുമില്ല. സിദ്ധു ഒരാള് വേഷം കെട്ടണമെന്നും പറഞ്ഞ് തുന്നിനെ ഇറങ്ങി കഴിഞ്ഞാൽ നടത്തുള്ളൂ. അതിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഒന്ന് വെച്ചിട്ട് പോയ സിദ്ധു കാര്യം അറിയാതെ വെക്ക്. ദേഷ്യം എന്ത് ഈ സിദ്ധു ചില സമയത്ത് കാര്യം അറിയാതെ സംസാരിക്കുന്നേ. കണ്ട ചുമ്മാതെ ഭർത്താവിനോട് ദേഷ്യപ്പെടുക, എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുക. ഭർത്താവിനോടൊന്നല്ല, ഒരു മനുഷ്യനോടും ആവശ്യമില്ലാതെ ദേഷ്യപ്പെടരുത്. എന്റെ അമ്മൂമ്മ അച്ഛൻ ചെയ്ത പണി എന്താണെന്നറിയാവോ? എന്തുവാ? ഇപ്പോഴത്തെ വിശ്വരൂപം ഉണ്ടല്ലോ അച്ഛന്റെ, അത് ഫോട്ടോ എടുത്ത് സിദ്ധുവിന് അങ്ങ് അയച്ചു കൊടുത്ത്. സിദ്ധു ആ പടം കണ്ട് മേടിച്ചു പോയി. എന്നിട്ട് സിദ്ധു അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു നമ്മളൊക്കെ കൂടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയോന്ന്. അപ്പൊ അച്ഛൻ പറഞ്ഞ എന്താന്ന് അറിയാമോ? നമ്മളെല്ലാരും പേരിന് അച്ഛന്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നെന്ന്. നമ്മളൊക്കെ അച്ഛന്റെ ഈ അവസ്ഥ സീരിയസ് ആയിട്ടല്ല എടുക്കുന്ന, കളിതമാശായിട്ട് എടുക്കണമെന്നാണ് അച്ഛൻ സിദ്ധുവിന്റെ അടുത്ത് പറഞ്ഞേക്കണേ. അങ്ങനെ സെൽഫി ദുബായിലും എത്തി. ഒന്നാമതേ അളിയൻ അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്. അപ്പൊ പിന്നെ ഇങ്ങനെ കൂടെ സംഭവിച്ച അങ്ങനെ അവന്റെ മരുമോനെ അവൻ പോക്കറ്റിലാക്കി. അമ്മയുടെ മരുമോൻ എന്തേ അമ്മ പോക്കറ്റിലാക്കാത്തെ? അയ്യോ, അവനെ ആർക്കും വെറുപ്പിക്കാനും പറ്റത്തില്ല, പോക്കറ്റിലാക്കാനും പറ്റത്തില്ല. അവനൊരു അവതാര പുരുഷനല്ലയോ? പ്രത്യക്ഷപ്പെട്ടു. എന്തോന്ന് വെച്ചത്? ആ പടം ഒരു കൈയേ ഉള്ളായിരുന്നു ഫ്രീ. ഇപ്പൊ അതിനകത്ത് ആഭരണം കയറ്റിയാ പോടാ. വേദനത്ത് സഹിക്കാൻ വയ്യ. അത്ര ഞാൻ ആട്ടോ പിടിച്ച് പോയിട്ടാണ് ഈ എൽബോ ക്യാപ്പ് വാങ്ങിട്ടത്. ഇപ്പൊ ഇതൊരു ആശ്വാസം. അതിന് ഈ കൈക്ക് എന്താ പറ്റിയേ? ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എടി, ഒരു കൈക്ക് പറ്റിയാലുണ്ടല്ലോ മറ്റേ കൈക്കിലോട്ട് വരും. ഒരു കണ്ണ് സൂചി കുത്തി ഇപ്പുറത്തെ കണ്ണ് വേദനിക്കില്ലേ? അതുപോലെയാണ്. ഒരു കണ്ണിൽ മരുന്ന് ഒഴിക്കാൻ ഇപ്പുറത്തെ കണ്ണിൽ മരുന്ന് ഒഴിക്കണം. അതുപോലെ ഒരു കൈ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിൽ ഇപ്പുറത്തെ കൈ ട്രീറ്റ്മെന്റ് ചെയ്യണം. അത് ഗ്രാജുവലി അങ്ങനെ ആയിക്കോളും. ശരീരം മൊത്തം തളർന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട മാനസികം. എനിക്ക് മാനസികോ? ശരീരം വേദന എടുക്കണ്. ഞാനെങ്ങാനും കുഴഞ്ഞ് വീണാ എന്നെ ഈ സാധാരണ പെട്ടി കൊണ്ട് കിടത്തരുത്, വാട്ടർ പെട്ടി കിടത്തണം. ശരീരം പൊട്ടി പൊളിഞ്ഞു പോകും. ഈ അച്ഛൻ എന്തോന്നൊക്കെയാ അച്ഛൻ പറയണു? ഒരു ചെറിയ തടി കഷ്ണം മുട്ടിലൊന്ന് വീണാനാണ് ഇവിടം വരെ എത്തിക്കണത്. ഒരു മനുഷ്യന്റെ കാറ്റ് പോനെ ഒരു മുള്ളു കാലി കൊണ്ടുപോയടാ. അത് ഇരുന്ന് പഴുത്ത് ഇൻഫെക്ഷനായി ദേഹമാസകലം പിന്നെ കിടപ്പിലായി പോകും. ഇതിൽ വെച്ച് പറയുന്നത് കറക്റ്റാ. കട്ട മാനസികോ. മാമി, ഞാൻ വല്ലം വിളിച്ചു പറയാൻ കേട്ടാ. ഒന്നുമില്ലെങ്കിൽ നമ്മൾ രണ്ടൊരു മുട്ട് വയ്യാത്തവരല്ലേ? ആ ഒരു സ്നേഹം വേണ്ടേ? ഞങ്ങളുടെ ചായ കട ചെന്നപ്പോഴേ ആൾക്കാരെല്ലാം ഇവിടെ കരയാണ്. നമ്മളെ ബാലു ഈ ഗതി വന്നല്ലോ, ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ നാട്ടുകാരെ മൊത്തം അറിയിച്ച് ഇനി അവരുടെ അടുത്ത് ഞാൻ മറുപടി പറയാൻ നടക്കണം. ചോദ്യത്തിന് മറുപടി പറയണം, വ്യക്തമായ ഉത്തരം കൊടുക്കണം. അതുപോലെ നിൽക്കാൻ വയ്യ, ഞാൻ പോയി കിടക്കിട്ട്. നാട്ടുകാര് എന്നെ ഓർത്ത് കരയാണ്, വീട്ടുകാർ കൈകൊട്ടിച്ചിരിക്കുന്നു. എന്തോന്നമ്മ ഇത്? വന്ന് സഹായിക്കാണ്ട ആളുണ്ട, അതില്ല. മര്യാദ കിടക്കിച്ചാ നേരെ കിടയില്ല. അങ്ങനെ വിടറ അങ്ങനെ ഇരിക്കട്ടെ. സമയത്ത് വല്ല കൊണ്ടുപോകണം കേട്ടാ. വല്ലാത്ത കഷ്ടം തന്നെ കേട്ടാ. എന്തോന്നത് കേശു? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നിന്റെ അച്ഛന്റെ ഈ പ്രാന്ത് നിനക്ക് ഇടക്കിടയ്ക്കുള്ളതാണ്. ഇനി എടുത്ത കൊല്ലു ഞാൻ. ഇത് വല്ലാത്ത കഷ്ടമല്ല. ഇത് അച്ഛൻ പറയണ പോലെ അങ്ങാടി തോറ്റാണ് അമ്മയുടെ ഒന്നുമില്ലമ്മ. ഞാൻ പണ്ടേ പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന്. അപ്പൊ പറ്റത്തില്ല, ഒറ്റക്കാലേ നിന്നു അവക്കിത് മതിയെന്നും പറഞ്ഞോണ്ട്. ആ പറഞ്ഞോളാം ഇപ്പൊ ന്യായം പറഞ്ഞേച്ചു പോന്നത്. അമ്മ ഇപ്പൊ എന്താ പറഞ്ഞ? അത് പണ്ട് ഞാനേ അവനെ പോലെ മുട്ടിന് വേദന വന്ന് ഒറ്റക്കാലം ഒത്തിരി നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞതാ. ഇഡ്ഡലി സാമ്പാറും ഉണ്ടാക്കി അടുക്കളയെടുത്ത് ഊട്ടിച്ച പോറത്തില്ല സ്വന്തം മോള് വളർന്നു വരുവാന്ന്. അമ്മയ്ക്ക് ഇഡ്ഡലി സാമ്പാർ നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാന്ന് പറയായിരുന്നു. നിനക്ക് ഇതിനെ കൊള്ളാവൂ, നിന്നെ കൊണ്ട് ഇതിനെ കൊള്ളാവൂ. എന്ന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കാനാ? ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ പറഞ്ഞാൽ വഴക്കാവും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടുന്നില്ല. അമ്മ പറയുമ്പോ ഒന്നും വഴക്കാറാവില്ല. ഇവിടെ എല്ലാരും വളരെ ശാന്തമായിട്ട് കേട്ടോണ്ട് നിൽക്കുക അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഞാൻ എന്തുവാടി തെറ്റായിട്ട്? അമ്മ ഒന്നും പറയാറില്ല, അതാണ് അമ്മയുടെ കുഴപ്പം. അമ്മ ഒന്നും മിണ്ടാറില്ല. അമ്മ ഇങ്ങനെ വായടിച്ച് എല്ലാം മിണ്ടാതെ ഇന്ന് കേൾക്കും. ഞാൻ പറഞ്ഞാ കുഴപ്പം, പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം. ഇനി നീ പറ, ഞാൻ എന്തോ വേണോന്ന്. എവിടെയെങ്കിലും പോയി കിടക്കാമോ? വയസ്സായ വലയിടത്തും പോയി കിടക്കണം. എല്ലാരെയും കുറ്റം പറഞ്ഞു കിടത്തണം, അത്രേ ഉള്ളൂ. ഒരാളെ കിടത്തിയല്ലേ ഇപ്പൊ എന്തായാലും. അതും എന്റെ അതിനെ കുഴപ്പമാ. മാമയ്ക്ക് ഇഡലിക്ക് സമയമായി. ഇഡലി എന്നാ സമയമായി, മാമി ചെല്ല്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മമ്മ, അടുത്ത ഓണത്തിന് വലിയ ഊഞ്ഞാല് കെട്ടണേ. എവിടെ? അതിന് അടുത്ത ഓണത്തിന് നിങ്ങൾ പടവലത്തോട്ട് വരുവോ? ആരും ഒന്നില്ലെങ്കിലും ഞാൻ വരും. എല്ലാരും ഇങ്ങനെയൊക്കെ പറയും. അമ്മൂമ്മ, സത്യമായിട്ടും അടുത്ത പ്രാവശ്യം നമുക്ക് ലോങ് ലീവ് കിട്ടുമ്പോ നേരെ പടവലത്തോട്ട് വരും. പിന്നെ എന്താടാ? ഞാനും കേശവനും പലയിടത്ത് വന്നു.
പലയിടത്ത് പോകുന്ന ഏത് പലയിടത്ത് പടവലം ഇവനാണ് പടവലത്ത് വരാന്ന് പറഞ്ഞത്. വെറുതെ അമ്മൂമ്മ തള്ളി മറക്കണതാണ്. ഇവൻ വരുന്നൊന്നുമില്ല. പോരാത്തിന് ഇവൻ 10th ആണ് അമ്മൂമ്മ. എന്റെ ഒപ്പം തന്നെ ട്യൂഷൻ ക്ലാസ് എടുക്കുകയും വേണം, സേവാ കേന്ദ്രത്തിൽ പോകണം. ഇതൊക്കെ കഴിഞ്ഞ് നിനക്ക് എവിടെയാണ് സമയം പോവാൻ? എനിക്ക് അറിഞ്ഞൂടായോടാ ഇവൻ വരത്തില്ലെന്ന്. ഈ പറയുന്ന ആള് പിന്നെ എപ്പം നോക്കിയാലും പടവലത്ത് പോകുന്ന പോലെ. അതിന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ പോയപ്പോഴും ചേട്ടൻ വീട്ടിൽ കയറി കേട്ടാ. ഇല്ല അത് ആ വഴി പോയി. എനിക്കറിയാം. ഇല്ല ഞാൻ ആ വഴി പോണത് നല്ല സ്പീഡിൽ അങ്ങനെ നമുക്ക് മിണ്ടരുത്. അമ്മൂമ്മ ആ അതെ അമ്മയും ചായം വന്നല്ലോ. അമ്മക്ക് എന്നെ വിളിച്ചൂടായിരുന്നു അമ്മ. അത് ഇപ്പൊ ഒറ്റയ്ക്ക് കൊണ്ടുവന്ന എന്തിനാ? ഇപ്പൊ കൊണ്ടുവന്നില്ലേ, എല്ലാവർക്കും അങ്ങ് കൊടുക്ക്. അവിടെ അമ്മമ്മേ കുഴിപ്പടത്തെ വൈകുന്നേരത്തെ ചായ കൂടിയാണ് ചായ കൂടി. വേറെ ലെവലാണ്. എത്ര ടൈപ്പ് പലഹാരം ഉണ്ടെന്ന് അറിയോ കഴിക്കാൻ? അങ്ങോട്ടൊന്ന് പോണമെന്ന് ഒത്തിരി നാളുകൊണ്ട് വിചാരിക്കും, ഇതുവരെ നടന്നിട്ടില്ല. അതിനിപ്പോ എന്താ നമുക്ക് പോവാലോ? നമുക്ക് രണ്ടും പോവാമോ ഒരു ദിവസം കുഴിപ്പള്ളത്ത്? അയ്യോ അമ്മമാരുടെ കാര്യം മാത്രം പറയണ്ട കേട്ടോ അമ്മേ. ആര് കുഴപ്പമില്ലാത്തോണം ഞാനും കൂടെ വരണമെങ്കിൽ ടാക്സി പിടിക്കേണ്ടി വരും. ഇതെന്തുവാടാ ഇത്? അതെ, കയ്യിലെ മുട്ടുപോയാൽ കാലിലെ മുട്ടുപോയ. അപ്പോൾ ഇങ്ങനെയാണ് നടക്കേണ്ടത്. നടന്ന് കിടന്ന് കഴുത്തിലെ നീര് വീഴുന്നു. ആ നീര് ഷോൾഡർ ബോൾ വരെ എത്തി നിൽക്കുകയാണ് ഇപ്പം. അതുകൊണ്ട് തിട്ടപ്പൊരു ആശ്വാസം. ഇതില്ലാതെ ഇനി പറ്റൂല. മുട്ടീന്ന് തുടങ്ങിയതാ, ഇപ്പൊ കഴുത്തൂരെ എത്തിയില്ല അച്ഛാ. ഇതെന്തുവാടാ? ഇതെല്ലാം അണിയാനേ നീ ഇത് നേരത്തെ പ്ലാൻ ചെയ്ത് മേടിച്ചു വെച്ചതുപോലെ ഉണ്ടല്ലോ. 1-2 സാധനം ഇവിടെ ഉണ്ടായിരുന്നു, ബാക്കി വാങ്ങിച്ച്. നീലു എൻ്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ എടുത്ത് എഞ്ചിനീയർ അയച്ചോട്. അയാളെന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടെന്ന് അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പറയണത്? അയാൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ എന്നെ പിരിച്ചുവിടൂല. നല്ലൊരു തുകയും തന്ന് എന്നെ വീട്ടിലിരുത്തി മാസാമാസം ചിലവിന് കാശും തരും. പിന്നെ വലിയൊരു തുകയും തന്ന് നിന്നെ വീട്ടിലിരുത്തി ചെലവിന് തരാനേ എഞ്ചിനീയർ നിന്റെ അളിയനല്ലയോ? അഴിയനല്ല, അതുക്കും മേലെ. അതുക്കും മേലെ. എന്തുവാടി ഇതൊക്കെ കണ്ടിട്ട് നീ മിണ്ടാതിരിക്കുന്നേ? വിഷ്ണു, ലച്ചു, കേശു, പാറു, അച്ഛന്റെ ആടയാഭരണങ്ങളെല്ലാം അഴിച്ചു മാറ്റേക്കും. Are you sure? യെസ്. കഴുത്തിലാദ്യം എനിക്കിങ്ങനെ ജീവിച്ചാൽ മതി. അതാവുമ്പോ ജോലിക്കും കൂലിക്കൊന്നും പോവണ്ടല്ലോ, ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ. മിണ്ടി പോവരുത്. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. മാമിക്ക് തൃപ്തിയാ? എടാ ഞാൻ എന്തോ ചെയ്തു? മാമി വന്നപ്പോഴേ വിചാരിച്ച എന്റെ കാര്യം പോക്കാണെന്ന്. എന്റെ ഒരു രോഗിയായിട്ട് ജീവിക്കാൻ സമ്മതിക്കൂല. ഇനി മാമി പോവാതെ ഞാൻ ഇതിന്റെ അകത്ത് കയറൂല. നോക്കാം. പോകണ്ട. മരുമോനെ, നിന്റെ മുട്ടിന്റെ കാര്യം മറന്നുപോയടാ.